ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ്. നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ് ആണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് എന്താണ് സൈക്കോസ് എന്ന് പറയണം. നമുക്കറിയാം, നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യവും റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങൾ വരികയാണ്. അല്ലെങ്കിൽ അവർക്ക് മര്യാദക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓർഡിനറി ലൈഫിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെയുള്ള രീതിയിൽ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ അതിന് സൈക്കിക് കണ്ടീഷൻ എന്ന് പറയാം. ഇനി സൈക്കോസിസിനെ അല്ലെങ്കിൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സിനെ നമ്മൾ ന്യൂറോലെപ്റ്റിക്സ് എന്ന് പറയാറുണ്ട്. അപ്പം ആൻറ്റി സൈക്കോട്ടിക്സ് എന്നും പറയും, ന്യൂറോലെപ്റ്റിക്സ് എന്നും പറയും. അതുകൊണ്ട് തിരിഞ്ഞു പോരുത്, എങ്ങനെ ചോദിച്ചത് മനസ്സിലാക്കിക്കോളാം. ഇനി അത് മാത്രമല്ല, എല്ലാവർക്കും ഷീസോഫ്രീനെ അറിയായിരിക്കും. ഷീസോഫ്രീ എന്ന് വെച്ചാൽ എന്താണ്? സ്പ്ലിറ്റ് മൈൻഡ് എന്നാ പറയാം കേട്ടോ. അതായത് അവർ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളിലും ചെറിയ മാറ്റങ്ങൾ വരിക, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്നതിനാണ് നമ്മൾ ഷീസോഫ്രീനെ പറയാം. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഒരു സീരിയസ് ഡിസോർഡർ ആണ്. സോ അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ചിന്തയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ഇൻക്ലൂഡ് ആണ് ഈ ഷീസോഫ്രീനിയക്കകത്ത് വരുന്നത് കേട്ടോ. ഇനി അത് മാത്രമല്ല, സൈക്കോസിസ് കണ്ടീഷനിൽ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് മേജറായിട്ട് പറയുന്ന മെക്കാനിസം ഓഫ് ആക്ഷൻ കേട്ടോ. സോ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീനോതൈസീൻസ് ഉണ്ട്, അലിഫാറ്റിക് സൈഡ് ചെയിൻ, പിപ്പറിഡൻ സൈഡ് ചെയിൻ, പിപ്രാസിൻ സൈഡ് ചെയിൻ. സോ അലിഫാറ്റിക്കിൽ ക്ലോർപ്രമാസിൻ, ട്രൈഫ്ലൂറോപ്രമാസിൻ. ക്ലോർപ്രമാസിനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ പിപ്രാസിൻ സൈഡ് ചെയിൻ ആണെങ്കിൽ തയോറഡസൈൻ, ആൻഡ് പിപ്രാസിൻ സൈഡ് ചെയിനിൽ ട്രൈഫ്ലൂറോപെറാസിൻ, ഫ്ലൂഫെൻസൈൻ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബ്യൂട്രോഫെനോൺസ് ആണ്, ഹാലോപിരിഡോൾ, ട്രൈഫ്യൂരിഡോൾ ആൻഡ് ഫെൻഫ്ലൂഡോൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് തയോസാന്തീൻ ആണ്, ഫ്ലൂപെൻതയോസോൾ. അതർ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്, പിമോസൈഡ്, ലൊക്സാപൈൻ. അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്, ക്ലോണാസപ്പൈൻ, റിസപ്രോയിഡ് ആൻഡ് ഒലാനസപ്പൈൻ, ക്വറ്റിപ്പിൻ, അസിപ്രസോൾ ആൻഡ് സിപ്രഡസോൺ, അമീസൾഫറൈഡ് ആൻഡ് സൊറ്റപ്പൈൻ. സോ ഇത്രയുമാണുള്ളത്. ക്ലാസിഫിക്കേഷൻ മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ആണ്. സോ ബേസിക്കലി മെക്കാനിസം ഓഫ് ആക്ഷനിൽ രണ്ട് തരത്തിലാണ് ആൻറ്റിസൈക്കോട്ടിക്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ടിപ്പിക്കൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എറ്റിപ്പിക്കൽ. സോ ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീസോലിംബിക് പാത്വേ ഉണ്ട്, ഒരു മീസോലിംബിക് പാത്വേ ഉണ്ട്. അതിൽ പോസ്റ്റ് സിനാപ്റ്റിക്കിൽ ഒരു D2 റിസപ്റ്റർ ബ്ലോക്കേഡ് വരുന്നതിനാണ് ടിപ്പിക്കൽ എന്ന് പറയുക. അതായത് D2 റിസപ്റ്റർ ബ്ലോക്കേഡ് ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് ഇൻ ദ മെറ്റബോളിക് പാത്വേ ആൻറ്റിസൈക്കോട്ടിക്. സോ ഇതാണ് എന്ത് ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ മീസോലിംബിക് പാത്വേയിൽ പോസ്റ്റ് സിനാപ്റ്റിക്സിൽ D2 റിസപ്റ്ററിൻ്റെ ബ്ലോക്കേഡ് വരികയാണ് ചെയ്യുക. ഈ നെക്സ്റ്റ് വൺ ഈസ് എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ്. ഈ സെയിം മെക്കാനിസം ഓഫ് ആക്ഷനും അതിൻ്റെ കൂടെ തന്നെ എൻഹാൻസ്ഡ് ഡോപ്പമിൻ റിലീസ് എൻഹാൻസ് ചെയ്യുന്നു. ആൻഡ് 5H2A റിസപ്റ്റർ ബ്ലോക്കേഡ് ഇൻ ദ മീസോകോർട്ടിക്കൽ പാത്വേ. സോ ഇവിടെ എന്താണ്? മീസോകോർട്ടിക്കൽ പാത്വേയിൽ എന്ത് ചെയ്യുന്നു? 5H2A റിസപ്റ്റർ ബ്ലോക്കേജ് വരികയാണ് ചെയ്യുന്നത് ടു റെഡ്യൂസ് ദ നെഗറ്റീവ് സിംറ്റംസ്. സോ നമ്മൾ എറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞ കുറച്ച് ഡ്രഗ്സ് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചായിരുന്നു, നിങ്ങൾ കണ്ടു ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് അതർ റിസപ്റ്റർ ബൈൻഡിങ് പ്രോപ്പർട്ടി മേ കോൺട്രിബ്യൂട്ട് ടു എഫിഷ്യൻസി ഇൻ ട്രീറ്റിംഗ് കൺജക്റ്റീവ് സിംറ്റം, അജിറ്റേറ്റീവ് സിംറ്റം ആൻഡ് ഡിപ്രഷൻ ഇൻ ഷീസോഫ്രീനിയ ടു റെഡ്യൂസ് പോസിറ്റീവ് സിംറ്റം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഉണ്ടാവുന്ന അജിറ്റേഷനും അഗ്രഷനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് ആൻറ്റിസൈക്കോട്ടിക്സ് ഉള്ളത്, ടിപ്പിക്കലും ഉണ്ട് അറ്റിപ്പിക്കലും ഉണ്ട്. ടിപ്പിക്കൽ ആണെങ്കിൽ D2 ബ്ലോക്കേഡും, അറ്റിപ്പിക്കൽ D2 ബ്ലോക്കേഡും വരുന്നുണ്ട്, 5H2A റിസപ്റ്റർ ബ്ലോക്കേഡും വരുന്നുണ്ട് മീസോകോർട്ടിക്കൽ പാത്വേയിലും മീസോലിംഫിക് പാത്വേയിലും കേട്ടോ. രണ്ടും തെറ്റിപ്പോകരുത്, മറന്നും പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇത് കോമൺ ആയിട്ട് നമുക്ക് ഏകദേശം എഴുതാൻ പറ്റും. ഇപ്പോൾ എങ്ങനെ ചോദിച്ചാൽ നമുക്ക് മാറിയും തിരിച്ചൊക്കെ കുറച്ചൊക്കെ എഴുതാൻ പറ്റും കേട്ടോ. സോ ഫസ്റ്റ് വൺ ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. വെൻ ക്ലോർപ്രൊമസൈൻ ഈസ് ഗിവൺ ടു സൈക്കോട്ടിക് പേഷ്യൻറ്റ് ഇറ്റ് പ്രൊഡ്യൂസ് സൈക്കോമോട്ടർ സ്ലോയിങ്, ഇമോഷണൽ ക്വറ്റിംഗ് ഡിക്രീസ്, ആങ്സൈറ്റി ആൻഡ് ഡിക്രീസ് ഇനിഷ്യേറ്റീവ്. ദ ഡിസ്റ്റർബ് സ്ലീപ്പ് പാറ്റേൺ ഇൻ എ സൈക്കോട്ടിക് ഇസ് നോർമലൈസ്ഡ്. ഫീനോതൈസിൻ ഡു നോട്ട് ഹാവ് അനാൾജസിക് എഫക്ട്. ദ പൊട്ടൻഷ്യേറ്റ് ആൻഡ് അനാൾജസിക് എഫക്ട് ഓഫ് മോർഫിൻ. ദേ ഡു നോട്ട് ഹാവ് ആൻറ്റി കൺവൾസൻ്റ് എഫക്റ്റ്. ആണ് നമുക്ക് അറിയേണ്ടത് ഈ ക്ലോർപ്രൊമാസിന് എന്തൊക്കെ എഫക്റ്റുകളാണ് ഇല്ലാത്തതെന്ന് അറിയേണ്ടത്. ആദ്യം പറയാം, അത് നമുക്കൊരു പൊട്ടൻഷ്യറ്റ് ആയിട്ടുള്ള ഒരു അനാൾജസിക് എഫക്റ്റ് ഇല്ല, വേദന ഒന്നും കുറയ്ക്കില്ല, ആൻറ്റി കൺവൾസൻ്റ് എഫക്റ്റും ഇല്ല. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഇനി എന്തൊക്കെയാണ് ചെയ്യുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പറയുവാണെങ്കിൽ ഒന്ന് സൈക്കോസിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈക്കോമോട്ടർ സ്ലോയിങ് ഉണ്ടാകും, ഇമോഷണലായിട്ട് അവർക്ക് വയലൻ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ CNS നടക്കും എന്നുള്ളതാണ്.
ആണ്. നെക്സ്റ്റ് വൺ ഈസ് ANS ആണ്. ക്ലോർപ്രൊമാസിന് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കിംഗ് എഫക്റ്റ് ഉണ്ട്. എന്താണുള്ളത്? ആൽഫ അഡ്രിനർജിക് ബ്ലോക്കിംഗ് എഫക്റ്റ് ഉണ്ട്. ഇറ്റ് ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് അസറ്റൈൽ കോളൈൻ ആൻഡ് 5-HT. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 5-HT ബ്ലോക്കേജ് ഞാൻ പറഞ്ഞു. ഇനി ഇതും കൂടെ ആഡ് ചെയ്തോളൂ. അസറ്റൈൽ കോളൈനും 5-HT എന്ത് ചെയ്യാറുണ്ട്? ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്ലോർപ്രൊമാസിനെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ്. ക്ലോർപ്രൊമാസിൻ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും. ഇറ്റ് ഈസ് എൻ മയോകാർഡിയൽ ഡിപ്രസൻ ആൻഡ് ഹാസ് ഫിബ്രിലേറ്ററി എഫക്റ്റ്. വേറെന്തൊക്കെയുണ്ട്? മയോകാർഡിയൽ ഡിപ്രസൻറ്റുമാണ്, ഫിബ്രിലേറ്ററി എഫക്റ്റും കൊടുക്കും. ഹയർ ഡോസ് ക്ലോർപ്രൊമാസിൻ കൊടുക്കുവാണെങ്കിൽ ഡയറക്ട്ലി ഡിപ്രസ് ദ ഹാർട്ട്. പിന്നെ ECG ചേഞ്ചസും ഉണ്ടായിരിക്കും. അതായത് ഒന്നും കൂടെ പറയാം, ക്ലോർപ്രൊമാസിൻ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും, അതുമാത്രമല്ല മയോകാർഡിയൽ ഡിപ്രസൻ്റ് ആണ്, ഇനി ഫിബ്രിലേറ്ററി എഫക്റ്റ് ഉണ്ട്. ഹയർ ഡോസിൽ ക്ലോർപ്രൊമാസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്ട്ലി ഹാർട്ടിനെ ഡിപ്രസ് ചെയ്യുകയും ECGയിൽ വേരിയേഷൻ ഉണ്ടാക്കും. അതുമാത്രമല്ല അരിത്മിയ മേ കോസ് ഇൻ ഓവർ ഡോസ് ഓഫ് ടയോറഡസൈൻ. സോ ടയോറഡസൈൻ കൊടുക്കുവാണെങ്കിൽ, ഓവർ ഡോസിൽ കൊടുക്കുവാണെങ്കിൽ അരിത്തീമിയ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ആൻറ്റി എമറ്റിക് ആക്ഷൻ ആണ്. ക്ലോർപ്രൊമാസിന് പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി എമറ്റിക് ആക്ഷൻ ഉണ്ട്. അതുമാത്രമല്ല ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിപ്രസിങ് ദ കീമോ റിസപ്റ്റർ അല്ലെങ്കിൽ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ, CTZ. അങ്ങനെ പഠിച്ചാലും മതി. CTZനെ എന്ത് ചെയ്യുന്നു? ഡിപ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ആൻറ്റി എമറ്റിക് ആക്ഷൻ കൂടെ കൊടുക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ആണ്. ക്ലോർപ്രൊമാസിൻ ഒരു പൊട്ടൻ ലോക്കൽ അനസ്തെറ്റിക് ആണ്. പ്രൊക്കെയിനൊക്കെ എങ്ങനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലോർപ്രൊമാസിന് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ഉണ്ട്. അതുമാത്രമല്ല ഇറ്റ് ഈസ് നോട്ട് യൂസ് എസ് അനസ്തേഷ്യ. നമ്മൾ അനസ്തേഷ്യ ആയിട്ട് ഉപയോഗിക്കാറില്ല, കാര്യം അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. പക്ഷേ അനസ്തെറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് താനും. അതർ ഡ്രഗ് ഹാവ് വീക്ക് മെമ്പറിൻ സ്റ്റെബിലൈസിങ് ആക്ഷൻ. മറ്റുള്ള ഡ്രഗുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗുകളെ പറ്റി പറയുമ്പോഴും എന്താണ്? വീക്ക് മെമ്പറൈൻ സ്റ്റെബിലൈസിങ് ആക്ഷൻ കൂടെയുണ്ട് ക്ലോർപ്രൊമാസിൻ അല്ലാതെ വരുന്ന ബാക്കിയുള്ള ഡ്രഗ്സ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈ സ്കെലറ്റൽ മസിൽസ് ആണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂറോലെപ്റ്റിക്സ് എന്നാണല്ലോ ആൻറ്റി സൈക്കോട്ടിക്സിനെ പറയുന്നത്. സോ മസിൽ ഫൈബേഴ്സിന് വലിയ ആക്ഷൻ ഒന്നുമില്ല. അതായത് ന്യൂറോ മസ്കുലർ ട്രാൻസ്മിഷൻ ഒന്നും നടക്കുന്നില്ല. അതായത് മസിലിലൊന്നും മസിൽ ഫൈബേഴ്സിൽ ഒരു ആക്ഷനും ഇല്ല. ദേ റെഡ്യൂസ് സ്പാസിറ്റി ഓഫ് മസിൽ, സ്പൈനൽ റിഫ്ലെക്സ് ആർ നോട്ട് അഫക്റ്റഡ്. അതായത് നമുക്ക് സ്പാസ് ഉണ്ടാവുമല്ലോ, ആ സ്പാസിറ്റി കുറയ്ക്കും എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു എഫക്റ്റുകളോ കാര്യങ്ങളോ ഇല്ല. നെക്സ്റ്റ് അത് മാത്രമല്ല ഇറ്റ് കോസ് അമ്നോറിയ. അതായത് നമുക്ക് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ സൈക്കിള് ഉണ്ടാകാം. അതുമാത്രമല്ല മെയിൽസിലാണെങ്കിൽ ലിബിഡോ ഉണ്ടാകും. അതായത് എന്താണ്? നമുക്ക് എറക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവിലേക്ക് തോന്നില്ല, അല്ലെങ്കിൽ സെക്ഷൽ ഡ്രൈവ് ഉണ്ടാവില്ല, താല്പര്യക്കുറവ് കാണിക്കും. ദീസ് എഫക്റ്റ് ആർ പ്രൊഡ്യൂസിങ് എ ബ്ലോക്കിംഗ് ദ ആക്ഷൻ ഓഫ് ഡോപ്പമിൻ ഓൺ ദ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്? ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. എൻഡോക്രിൻ സിസ്റ്റത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, CNSലാണെങ്കിൽ ക്ലോർപ്രൊമാസിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ്? എല്ലാം കുറയ്ക്കുക, ഇമോഷൻ കുറയ്ക്കുന്നു, സൈക്കോമോട്ടർ സ്ലോയിങ് ചെയ്യുന്നു, അതുമാത്രമല്ല ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് പാറ്റേൺ നോർമലൈസ് ചെയ്യുന്നു, അനാൽജസിക് എഫക്റ്റ് ഇല്ല, മോർഫിൻ പോലെ അനാൽജസിക് എഫക്റ്റ് ഒന്നും കൊടുക്കില്ല, ആൻറ്റി കൺവൾസൻ്റ് എഫക്റ്റും ഇല്ല. ഇനി ANSനെ പറ്റി പറയുവാണെങ്കിൽ രണ്ട് കാര്യത്തിനെ ബ്ലോക്ക് ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? 5-HTനെയും അസിറ്റൈൽകോളിനെയും ബ്ലോക്ക് ചെയ്യുന്നു. കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? മയോകാർഡിയൽ ഡിപ്രഷൻ ഉണ്ടാകുന്നു, ഫിബ്രിലേറ്ററി എഫക്റ്റ് ഉണ്ടാകുന്നു. അതുമാത്രമല്ല ഡയറക്ട്ലി ഡിപ്രസ് ദ ഹാർട്ട് ആൻഡ് ECG ചേഞ്ചസ് ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ടൈറോഡസൈൻ ആണെങ്കിൽ അരിത്തീമിയ ഉണ്ടാകുന്നു. ആൻറ്റി എമറ്റിക് ആക്ഷൻ ഉണ്ട്. CTസിനെ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്തിട്ടാണ് ആൻറ്റി എമറ്റിക് ആക്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ പറഞ്ഞത് ലോക്കൽ അനസ്തെറ്റിക് ആക്ഷൻ ആണ്. ലോക്കൽ അനസ്തെറ്റിക് പൊട്ടൻ്റ് ആക്ഷൻ ആണ് ഉള്ളത്, പ്രൊക്കിൻ പോലെ തന്നെ. എന്നാൽ നമ്മൾ ഉപയോഗിക്കാറില്ല, അനസ്തെറ്റിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? ഇറിറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ. മറ്റുള്ള ഡ്രഗിന് വീക്ക് മെമ്പറിൻ സ്റ്റെബിലൈസിങ് ആക്ഷൻ ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ഈ സ്കെലറ്റൽ മസിൽസ് ആണ്. വലിയ ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ സ്പാസം കുറയ്ക്കും. എൻഡോക്രിൻ സിസ്റ്റം പറയുവാണെങ്കിൽ ഫീമെയിൽസിൽ ഓവുലേഷൻ, മെൻസ്ട്രേഷൻ സൈക്കിൾ കുറയ്ക്കും. മെയിൽസിലാണെങ്കിൽ സെക്ഷൽ ഡ്രൈവിനോടുള്ളത് കുറയ്ക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഡോപ്പമിൻ കുറയ്ക്കുന്നത് കൊണ്ട്. ഇത്രയുമാണ് മേജർ ആയിട്ടുള്ള ആക്ഷൻസിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ADR ആണ്, അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അഡ്വേഴ്സ് എഫക്റ്റ് പറയുവാണെങ്കിൽ ഒന്ന് ഇൻട്രാ ഹെപ്പാറ്റിക് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാവും. എന്താണ്? ഇൻട്രാ ഹെപ്പാറ്റിക് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാവും. അതുമാത്രമല്ല നമുക്ക് ഡ്രൗസിനെസ്, കൺഫ്യൂഷൻ, പാർക്കിൻസോണിസം, സൈക്കോട്ടിക് റിയാക്ഷൻസ് കൊണ്ടാവും. ഈ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് നോർമൽ ഡേയിൽ പോലും ഭയങ്കര ക്ഷീണം, തളർച്ചയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഇനി അതുമാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, ബ്ലഡ് വിഷൻ ഉണ്ടാകും, ടാക്കിക്കാർഡിയ ഉണ്ടാകും, ആൻറ്റി കോളിനർജിക് എഫക്റ്റുകൾ
ഉള്ളത് കൊണ്ട് കേട്ടോ. മാത്രമല്ല ഹീമോപോയിറ്റിക് എഫക്റ്റ് ഉണ്ടാവും, അതായത് അഗ്രാനുലോസൈറ്റോസിസ്, അപ്ലാസ്റ്റിക് അനീമിയ, ത്രോംബോസൈറ്റോപീനിയ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അതുമാത്രമല്ല എൻഡോക്രിനൽ എഫക്റ്റ് ലൈക്ക് അമ്നൂറിയ, ഇൻഹിബിഷൻ ഓഫ് ഓവുലേഷൻ, ലാക്രിയേഷൻ, ഗൈനക്കോമാസ്റ്റി ഉണ്ടാവും കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈനക്കോമാസ്റ്റി ഒക്കെ ഉണ്ടാക്കും എന്നൊക്കെ GPAT ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അതുമാത്രമല്ല ഇൻടോളറൻസ് എഫക്റ്റ് ലൈക്ക് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ഫോട്ടോസെൻസിറ്റിവിറ്റി ആൻഡ് സ്കിൻ എറപ്ഷൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെർമറ്റൈറ്റിസ്, ഫോട്ടോസെൻസിറ്റിവിറ്റി, സ്കിൻ എറപ്ഷൻ നമ്മൾ നേരത്തെ പഠിച്ച സാധനങ്ങളൊന്ന് ഇച്ചിരി കൂടെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അഡ്വേഴ്സ് എഫക്റ്റുകളും കാര്യങ്ങളും ഒക്കെ അത് കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കോമൺ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്, നമുക്ക് എങ്ങനെ ചോദിച്ചാലും ഏത് ഡ്രഗിൽ നമുക്ക് എഴുതാൻ പറ്റും, അങ്ങനെയാണ് ഒരു ഉപയോഗമുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലോർപ്രമാസിൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ആൻറ്റഗോണിസ്റ്റ് ഓൺ ഡോപ്പമിനർജിക്, സെറോട്ടോണർജിക്, ഹിസ്റ്റമിനർജിക് ആൻഡ് ആൽഫ റിസപ്റ്റർ. മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. ക്ലോർപ്രമാസിൻ എന്താണ് ഡോപ്പമിനർജിക് ആണ്, സെറോട്ടോണർജിക് ആണ്, ഹിസ്റ്റമിനർജിക് ആണ് ആൻഡ് ആൽഫ റിസപ്റ്ററിലും എന്താണ് ആൻറ്റഗോണിസ്റ്റിക് ആക്ടിവിറ്റിയാണ് കാണിക്കുക. ഓൾസോ എ പ്രീ സിനാപ്റ്റിക് ഇൻഹിബിറ്റർ ഓഫ് ഡോപ്പമിൻ റീ അപ്ടേക്ക്. ഡോപ്പമിന് റീ അപ്ടേക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇൻഹിബിറ്ററും കൂടെയാണ് കേട്ടോ. ഇനി ഇൻഡിക്കേറ്റർ പറയുവാണെങ്കിൽ നമ്മൾ ആങ്സൈറ്റി കൊടുക്കാം, ഷീസോഫ്രീനിയ, മാനിയ, നൗസിയ, വോമിറ്റിംഗ്, ബിഹേവിയർ പ്രോബ്ലം ഇൻ ചിൽഡ്രൻ, സൈക്കോസിസ്, ഇൻകാറ്റബിൾ ഹിക്കപ്സ്, ഇന്റർമീഡിയറ്റ് പോർഫൈറിയ, ഹൈപ്പോതേമിയ. അതായത് ഹിക്കപ്സ് അറിയാലോ, ഇക്കിളെടുക്കുക, ആ പരിപാടിയാണ് കേട്ടോ. സോ ഡോസേജ് പറയുവാണെങ്കിൽ പല ആൾക്കാർക്കും പല രീതിയിലാണ്, നമുക്ക് വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഡോസ് എപ്പോഴും തീരുമാനിക്കുമല്ലോ. കോൺട്രാ ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട്, ലിവർ ഇമ്പയർമെന്റ്, കോമ, ബോൺ മാരോ ഡിപ്രഷൻ, ആൽക്കഹോൾ ആൻഡ് ബാർബിച്ചുറേറ്റ് വിഡ്രോവൽ, അത് ഒരുപാട് കാണിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചിൽഡ്രൻ ബിലോ 2 years. സോ സൈഡ് എഫക്റ്റ് പറയുവാണെങ്കിൽ വോമിറ്റിംഗ്, നൗസിയ, കോൺസ്റ്റിപ്പേഷൻ, വെയിറ്റ് ഗെയിന്, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ECGയിൽ ചേഞ്ചസ് വരിക, കാർഡിയക് അറസ്റ്റ് കാണുക, ബ്ലഡ് വിഷൻ വരിക, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഹാർട്ട് അറ്റാക്ക്, ഡിസ്ട്രോണിയ, ടാർഡിവിയ, ഡിസ്കിനീസിയ ഒക്കെയാണ് ഉണ്ടാവുക കേട്ടോ. സോ നമ്മളിത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഓരോരോ ഡ്രഗ് എടുത്ത് വെച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് അതിൻ്റെ ബേസിക് മെക്കാനിസം എങ്ങനെയാണ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതിയായിരിക്കും കേട്ടോ. സോ ഇത് മാത്രമേ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ ഫാർമക്കോ കൈനറ്റിക്സ് ആണ്. അബ്സോർപ്ഷൻസ് ഡിഫറൻസ് ഉണ്ട്. അത് പീക്ക് കോൺസെൻട്രേഷൻ പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് അബ്സോർപ്ഷൻ നടക്കുന്നതാണ് പറയുന്നത്. ഇൻട്രാമസ്കുലറി കൊടുക്കുവാണെങ്കിൽ 1 സെറ്റ് ഓഫ് ആക്ഷൻ 5 മിനിറ്റ് കൊണ്ടാണ്. IV കൊടുക്കുവാണെങ്കിൽ പ്ലാസ്മ ഹാഫ് ലൈഫ് 10 to 30 hours ആണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം, ക്ലോർപ്രമാസിൻ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ്. ആൻറ്റഗോണിസ്റ്റ് ഓൺ ഡോപ്പമിനർജിക് ആണ്, സെറോട്ടോണർജിക് ആണ്, ഹിസ്റ്റമിനർജിക് ആണ്, ആൽഫ റിസപ്റ്ററും ആണ്. ഇനി അത് മാത്രമല്ല എന്താണ് ഡോപ്പമിൻ റീഅപ്ടേക്കിന് ഇൻഹിബിറ്ററും ആണ്. ഇൻഡിക്കേറ്റ്സ് പറഞ്ഞു ആങ്സൈറ്റി, ഷിസോഫ്രീനിയ, മാനിയ, നൗസിയ, വോമിറ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു. ഡോസേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോൺട്രാ ഇൻഡിക്കേഷൻ പറഞ്ഞു ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ലിവർ ഇമ്പയർമെന്റ്, കോമ, ബോൺ മാരോ ഡിപ്രഷൻ ഒക്കെയാണ്. സൈഡ് എഫക്റ്റ് പറഞ്ഞു ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ, വെയിറ്റ് ഗെയിന്, അടുത്ത ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, ECG ചേഞ്ചസ്, കാർഡിയക് അറസ്റ്റുകൾ, ബ്ലഡ് വിഷൻ. സോ നിങ്ങൾക്ക് ഡിസ്കിനി എന്തെന്നറിയോ, ഡിസ്കിനി അബ്നോർമൽ ഓർ ഇമ്പയർമെന്റ് ഓഫ് വോളണ്ടറി മൂവ്മെന്റ് ആണ്. നമുക്ക് നോർമൽ ഉണ്ടാക്കുന്ന മൂവ്മെന്റുകൾ ഉണ്ടാവില്ല, നമുക്ക് വോളണ്ടറി മൂവ്മെന്റുകൾക്ക് ഡിഫറൻസ് വരിക. ഇനി ഫാർമോകൈനറ്റിക്സ് പറഞ്ഞു IM കൊടുക്കുവാണെങ്കിൽ 15 മുതൽ 20 മിനിറ്റും, IV ആണെങ്കിൽ 5 മിനിറ്റും, പ്ലാസ്മ ഹാഫ് ലൈഫ് 10 to 30 hours ആണ് കേട്ടോ. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ടിപ്പിക്കലാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലൂഫെൻസാസൈൻ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ ബ്ലോക്ക് പോസ്റ്റ് സിനാപ്റ്റിക് മീസോലെംബിക് ഡോപ്പമിനർജിക് D1 and D2 റിസപ്റ്റർ ഇൻ ദ ബ്രെയിൻ, ഡിപ്രസ് റിലീസ് ഓഫ് ഹൈപ്പോതലാമസ് ആൻഡ് ഹൈപ്പോഫീസൽസ് ഹോർമോൺ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ അവിടെ തന്നെ ടിപ്പിക്കൽ അട്ടിപ്പിക്കലിൻ്റെ കോമൺ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഇനി അതുമാത്രമല്ല ഡിപ്രസസ് റിലീസ് ഓഫ് ഹൈപ്പോതാൽമിക് ആൻഡ് ഹൈപ്പോഫീസൽ ഹോർമോൺസ്. ഹൈപ്പോഫീസൽസ് ഹോർമോൺസിനെയൊക്കെ ഡിപ്രസ് ചെയ്യും. ഡോസേജ് പറയുവാണെങ്കിൽ ഓറലും IM-ഉം അഡൾട്ടുകളിൽ ഡിഫറൻസ് ഉണ്ട്. ഇഞ്ചക്ഷൻ ഫ്ലൂപെൻസാസിൽ ഡെക്കോണേറ്റ് എവറി 2 to 4 weeks, ഓരോ 2 മുതൽ 4 വീക്കിലാണ് നമ്മൾ ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ കൊടുക്കുക. കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. സിവിയർ ഡിപ്രഷൻ ഉണ്ടാവുക, റീനൽ ഓർ ഹെപ്പാറ്റിക് ഇമ്പയർമെന്റ്, ബ്ലഡ് ഡിസ്കസിയ, പ്രഗ്നൻസി, ലാക്ടേഷൻ, ബ്രെയിൻ ഡാമേജ് ഒക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. സോ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ബ്രെയിൻ ഡാമേജ് ഉള്ള ആൾക്കാർക്ക്, ലാക്ടേഷൻ, പ്രഗ്നൻസി ഉള്ള സമയത്ത് നമുക്ക് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റില്ല, കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. സൈഡ് എഫക്റ്റ് പറയുവാണെങ്കിൽ ഹൈപ്പോടെൻഷൻ, ഡ്രൗസിനെസ്, ECG ചേഞ്ച് ഉണ്ടാവും, ഡ്രൈ മൗത്ത്, കോൺസ്റ്റിപ്പേഷൻ, ഡിസൂറിയ, ടാക്കിക്കാർഡിയ, എക്സ്ട്രാ പിരമിഡൽ റിയാക്ഷൻസ്. സോ കണ്ടോ, ഇപ്പം നിങ്ങൾ ഇതിൻ്റെ കോമൺ സൈഡ് എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. അപ്പം ഈ കോൺട്രാ ഇൻഡിക്കേഷൻസ് മാത്രമേ നമുക്ക്
അത്ര പഠിക്കേണ്ടി വരുന്നുള്ളൂ. എപ്പോഴും നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻസ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആവണം എന്നൊന്നുമില്ല കേട്ടോ. ഇനി എക്സ്ട്രാ പിരമിഡൽ എഫക്റ്റ് എന്ന് വെച്ചാൽ ഇമ്പയർ ഓഫ് മോട്ടോർ കൺട്രോൾ ആണ്. നമ്മുടെ നോർമലി ചെയ്യുന്ന മോട്ടോർ കൺട്രോൾ ഉണ്ടാവുമല്ലോ, ഈ മോട്ടോർ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് കേട്ടോ. സോ ഇതാണ് ഫ്ലൂഫെനാസൈൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നമ്മൾ നോക്കുന്നത് ഹാലോപിരിഡോൾ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? പൊട്ടൻ ന്യൂറോലെപ്റ്റിക് ആൻറ്റി അഡ്രനർജിക് ആക്ടിവിറ്റി ആണ്. എന്താണ്? ആൻറ്റി അഡ്രനർജിക് ആക്ടിവിറ്റി ആണ്. വീക്ക് പെരിഫറൽ ആൻറ്റി കൊളിനർജിക് ആക്ടിവിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? ആൻറ്റി അഡ്രനർജിക് ആക്ടിവിറ്റി ഉണ്ട്, പെരിഫറൽ ആൻറ്റി കൊളിനർജിക് ആക്ടിവിറ്റി ഉണ്ട്, സ്ലൈറ്റ് ആൻറ്റി ഹിസ്റ്റമിനിക് ആണ്, ആൻറ്റി സെറോട്ടോണർജിക് ആക്ടിവിറ്റി ഉണ്ട്. എന്തൊക്കെയുണ്ട്? ആൻറ്റി ഹിസ്റ്റമിനിക് ആക്ടിവിറ്റി ഉണ്ട് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ആൻറ്റി സെറോട്ടോണർജിക് ആക്ടിവിറ്റി ഉണ്ട്. ഡോസ് പറയുവാണെങ്കിൽ അഡൾട്ടിൽ ഇനിഷ്യൽ 10 മുതൽ 15 mg ഡെയിലി കൊടുക്കും. 10 മുതൽ 15 mg ഡെയിലി കൊടുക്കും. ചിൽഡ്രനിൽ 0.05 mg/kg കൊടുക്കുന്നു. ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ എമർജൻസി യൂസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ, നോർമൽ റെക്കമെൻഡ് ചെയ്യാറില്ല. ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ അക്യൂട്ട് ക്രോണിക് ഷീസോഫ്രീനിയയ്ക്ക് ഉപയോഗിക്കും. അക്യൂട്ട് മേനിയ, ഷീസോ അഫക്റ്റീവ് ഡിസോർഡർ, ഡെല്യൂഷൻ ഡിസോർഡർ, ബാലിസം, ടോർട്ടി സിൻഡ്രം, അതിലൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത്. സൈഡ് എഫക്റ്റ് പറയുവാണെങ്കിൽ ഹൈപ്പോടെൻഷൻ, ഡ്രൗസിനസ്, CC ചേഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആ സെയിം സാധനം തന്നെ. ഡിസൂറിയ, ട്രാക്കിക്കാർഡിയ, എക്സ്ട്രാ പിരമിഡൽ റിയാക്ഷൻ സെയിം തന്നെ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം എല്ലാത്തിൻ്റെയും സൈഡ് എഫക്റ്റുകൾ ഒരുപോലെ തന്നെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് ഇസ് ട്രൈഫ്ലൂറോപിരിഡോൾ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ ബ്ലോക്സ് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഇൻ ദ CNS. CNS എന്താണ്? ഡോപ്പമിൻ റിസപ്റ്ററിനാണ് ട്രൈഫ്ലൂറോപിരിഡോൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഇൻഡിക്കേഷൻസ് പറയാം. ആൻറ്റി ആങ്സൈറ്റി ന്യൂറോസിന് കൊടുക്കാറുണ്ട്. ആൻറ്റി എമറ്റിക് ആണ്. മാനിയ, ഓട്ടിസം, ലാക്ക് ഓഫ് കോണ്ടാക്ട്, ക്രോണിക് സൈക്കോസിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഡോസ് അഡൾട്ട് ഓർലി 0.5 mg ഡെയിലി നമ്മൾ കൊടുക്കാറുണ്ട്. മേ ഇൻക്രീസ് ഗ്രാജുവലി ടു 1 mg എവറി 3 to 4 days. 3 മുതൽ 4 ദിവസം നമുക്ക് എന്തെങ്കിലും ഓരോ mg വെച്ച് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മാക്സിമം ഡോസ് 8 mg/kg ആണ്. നമുക്ക് മാക്സിമം നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 8 mg/day മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. സിവിയർ സീനസ് ഡിപ്രഷൻ നന്നായിട്ട് ഉണ്ടാവും. അടുത്ത് പ്രീകോഷൻ ഇൻ കൺവൽസീവ് ഡിസോർഡർ. സോറി, ഇവിടെ ഞാൻ ഒരു പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. സിവിയർ CNS ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. ആൻഡ് പ്രിക്വേഷൻ ഇൻ കൺവൽസീവ് ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ നമ്മൾ ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രിക്വേഷൻസ് എടുക്കണം. കാർഡിയോ വാസ്കുലർ ഡിസീസ് ഉള്ളവർക്കും കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കി വേണം കൊടുക്കാൻ. സൈഡ് എഫക്റ്റ് നേരത്തെ പറഞ്ഞ ഡ്രൈ മൗത്ത്, ഫോട്ടോ സെൻസിറ്റിവിറ്റി, നൗസിയ, ബ്ലഡ് വിഷൻ, ഡ്രൗസിനസ്, അതൊക്കെ തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയാം. ട്രൈഫ്ലൂറോപിരിഡോൾ ഡോപ്പമിൻ റിസപ്റ്റർ ബ്ലോക്കും സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്ലോക്കുമാണ്. സോ സിവിയർ CNS ഡിപ്രഷനും പ്രിക്വേഷനും കൺവൽസീവ് ഡിസോർഡറും കാർഡിയോ വാസ്കുലർ ഡിസീസുമാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ് കേട്ടോ. ബാക്കിയൊക്കെ ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഫ്ലൂറിഡോൺ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ ബൈൻഡ് ടു ഡോപ്പമിൻ റിസപ്റ്റർ. എന്താണ്? ഡോപ്പമിൻ റിസപ്റ്ററിനെ ബൈൻഡ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ലോങ് ആക്ടിങ് ന്യൂറോലെപ്റ്റിക് ആണ്. എന്താണ്? ലോങ് ആക്ടിങ് ന്യൂറോലെപ്റ്റിക് ആണ്. ഡോസേജ് 20 to 60 mg വൺസ് വീക്ക്ലി കൊടുക്കുകയാണ് ചെയ്യുക. എന്താണ്? ലോങ് ആക്ടിങ് ന്യൂറോലെപ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ വൺസ് വീക്ക്ലി കൊടുത്താൽ മതിയാകും. ഇനി ക്രോണിക് ഷീസോഫ്രീനിക്കാണ് യൂസ് ചെയ്യുന്നത്. എഫക്റ്റീവ് വിഡ്രോവൽ, സോഷ്യൽ മാലഡ്ജസ്റ്റ്മെൻറ്റ്. സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വിഡ്രോവൽ സിംറ്റംസ് ഒരുപാട് കാണിക്കാറുണ്ട്. സോഷ്യൽ മാലഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമുക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തോന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കാർ ഈ പെൻഫ്ലൂറിഡോണിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് പ്രിമോസൈഡ് ആണ്. ബ്ലോക്കേജ് ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് ഡോപ്പമിൻ റിസപ്റ്റർ. സോ സെയിം സാധനം. എന്താണ്? പോസ്റ്റ് സിനാപ്റ്റിക് ഡോപ്പമിൻ റിസപ്റ്റർ ആണ്. 1 to 2 mg ഡെയിലി നമ്മൾ കൊടുക്കുക കേട്ടോ. മെയിൻ്റെൻ ഡോസ് 2 to 6 mg വൺസ് ഡെയിലി. എന്താണ്? 1 to 2 mg ഡെയിലിയും മെയിൻ്റെനൻസ് 2 to 6 mg ആണ്. മാനിയക് എക്സൈറ്റ്മെൻറ്റ്, അക്യൂട്ട് ഷീസോഫ്രീനിയക്കൊക്കെയാണ് നമ്മൾ മെയിൻലി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? കൊടുക്കാറുള്ളത്. മാനിയക് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് അക്യൂട്ട് ഷീസോഫ്രീനിയ. സൈഡ് എഫക്റ്റ് നെർവ്നെസ്സസ്, ഇൻസോംനിയ, ഇറിറ്റബിലിറ്റി, വീക്ക്, ഡിസ്നെസ്, എക്സ്ട്രാ പിരമിഡൽ റിയാക്ഷൻസിനൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മോട്ടോർ എഫക്റ്റ് ഡിക്രീസ് ആവുക കേട്ടോ, മറന്നു പോകരുത്. അതാണ് പ്രിമോസൈഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒന്നും കൂടെ പറയാം. മെക്കാനിസം ആക്ഷൻ ബ്ലോക്കേജ് ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് ഡോപ്പമിൻ റിസപ്റ്റർ ആണ്. ആൻഡ് മാനിയക് എക്സൈറ്റ്മെൻറ്റ്, അക്യൂട്ട് ഷിസോഫ്രീനിയ, ഇതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മെയിൻ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ലോക്സാപൈൻ ആണ്. മെക്കാനിസം ആക്ഷൻ ആൻറ്റഗോണൈസസ് ഡോപ്പമിൻ സെറോട്ടോണിൻ റിസപ്റ്റർ. ഏതൊക്കെയാണ്? ഡോപ്പമിനെയും സെറോട്ടോണിൻ റിസപ്റ്ററിനെ എന്ത് ചെയ്യുന്നു?
ആൻറ്റഗോണൈസ് ചെയ്യുന്നു, മറന്നു പോകരുത്, ആൻറ്റഗോണൈസ് ചെയ്യുന്നു. ഇൻഡിക്കേറ്റേഴ്സ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, ക്രോണിക് പാരനോയിഡ് ഷീസോഫ്രീനിയ. എന്തൊക്കെയാണ്? സൈക്കോട്ടിക് ഡിസോർഡറിന് കൊടുക്കാറുണ്ട്, ക്രോണിക് പാരനോയിഡ് ഷീസോഫ്രീനിയയും കൊടുക്കാറുണ്ട്. ഡോസേജ് പറയുവാണെങ്കിൽ 10 mg ട്വൈസ് ഡെയിലി. എത്രയാണ്? 10 mg ട്വൈസ് ഡെയിലിയാണ് കൊടുക്കുന്നത്. യൂഷ്വൽ തെറാപ്പിയുടെ ഡോസേജ് 60 to 100 mg പെർ ഡെയിലി ആണ്. നോർമലി നമ്മൾ 60 മുതൽ 100 mg വരെ കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ 10 mg ട്വൈസ് ഡെയിലി ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിപ്രഷൻ. സോ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിപ്രഷനിൽ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യും. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ളവരിൽ പ്രഗ്നൻസി ലാക്ടേഷൻ നോട്ട് റെക്കമെൻഡ് ഫോർ പീഡിയാട്രിക്സ്. സോ പീഡിയാട്രിക്സ് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഈ ലോക്സാപൈൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല. സൈഡ് എഫക്റ്റ് വോമിറ്റിംഗ്, നൗസിയ, ഇൻസോംനിയ, ഹെഡേക്ക്, ഹൈപ്പോടെൻഷൻ, ഡിസിനസ്, പോളിഡിപ്സിയ ആൻഡ് പരസ്തേഷ്യ. പരസ്തേഷ്യ നംബ്നെസ് ആണ് കേട്ടോ. സോ ഇതൊക്കെയാണ് വോമിറ്റിംഗ്, നൗസിയ, ഇൻസോംനിയ, ഹെഡേക്ക്, ഹൈപ്പോടെൻഷൻ, ഡിസിനസ് ഒക്കെയാണ്. സോ ഭയങ്കര സിമ്പിൾ ഡ്രഗ് അല്ലേ, അധികം ഒന്നും പഠിക്കാനില്ല, എല്ലാ ഡ്രഗും അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് വൺ ഈസ് അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ്. സോ ഇവിടെ ഞാൻ ഓരോ റിസപ്റ്റർ ഏതൊക്കെയാണ് അഫക്റ്റ് ചെയ്യാന്ന് കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ നോക്കി പഠിക്കുക. D2, 5HT, 5HT1A. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പം ഉണ്ടായിരിക്കും, ഏതൊക്കെ റിസപ്റ്ററാണ് അത് അഫക്റ്റ് ചെയ്യാന്ന് പഠിക്കാൻ ഭയങ്കര എളുപ്പം ഉണ്ടായിരിക്കും. സോ റിസപ്റ്റേഴ്സ് ഓരോന്നും എടുത്തു വെച്ചിട്ട് പഠിക്കാൻ ഞാൻ ഫുള്ളി ഇങ്ങനെ വായിക്കുന്നില്ല, വെറുതെ വായിച്ച് ടൈം കളയുന്നില്ല. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലോണാസപ്പൈൻ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ സെലക്റ്റീവ് മോണോ അമിനർജിക് ആൻറ്റഗോണിസ്റ്റ് ആണ്. എന്താണ്? മോണോ അമിനർജിക് ആൻറ്റഗോണിസ്റ്റ് ആണ്. ഹൈ അഫിനിറ്റി ഫോർ സെറോട്ടോണിൻ ടൈപ്പ് 2. നമ്മൾ ഓൾറെഡി അവിടെ റിസപ്റ്റേഴ്സ് പറഞ്ഞില്ല, അത് തന്നെയാണ്. ആ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷീസോഫ്രീനിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. സൈഡ് എഫക്റ്റ് ഉണ്ട്, തെറാപ്യൂട്ടിക് സൈഡ് എഫക്റ്റ് ഉണ്ട്, മേ ബി എക്സ്പ്ലെയിൻ ബൈ ആൻറ്റഗോണിസം അറ്റ് വേരിയസ് റിസപ്റ്റർ. സോ ഓരോ റിസപ്റ്ററിലും പോയിരിക്കുന്ന അനുസരിച്ചിട്ടാണ് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ മാറുക. റെഗുലർ മോണിറ്ററിംഗ് ഫോർ അഗ്രാനുലോസൈറ്റോസിസ് റിക്വയർഡ്. സോ നമ്മൾ റെഗുലർലി എന്ത് ചെയ്യണം? അഗ്രാനുലോസൈറ്റോസിന് വേണ്ടിയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അത് റിസപ്റ്റേഴ്സിനെ പറ്റി പഠിക്കുവാണ്, ആദ്യം നിന്ന് ആ ഒരു ഗ്രാഫ് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ നന്നായിട്ട് എഴുതാൻ. അഗ്രാനുലോസൈറ്റോസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരാം. അത് നമ്മുടെ ന്യൂട്രോഫിൽ കൗണ്ട് ഇല്ലേ കുറയുന്നു എന്നുള്ളതിനാണ് നമ്മൾ അഗ്രാനുലോസൈറ്റോസ് പറയാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റിസ്പെർഡോൺ ആണ്. സ്ട്രോങ് ബൈൻഡിങ് എഫക്ട് ടു സെറോട്ടോണിൻ 5H2 റിസപ്റ്റർ, ഡോപ്പമിൻ D2 റിസപ്റ്റർ ആൻഡ് ഹിസ്റ്റമിൻ H1 റിസപ്റ്റർ. സോ ആ കോളം പഠിക്കുക. ഇൻഡിക്കേഷൻസ് സൈക്കോസിസ്, ഷീസോഫ്രീനിയ. സൈക്കോസിനും ഷീസോഫ്രീനിയയും കൊടുക്കാറുണ്ട്. കോൺട്രാ ഇൻഡിക്കേഷൻ പറയുവാണെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, പ്രഗ്നൻസി, ലാക്ടേഷൻ, സീഷർ ഡിസോർഡർ, ബ്രസ്റ്റ് ക്യാൻസർ, ചിൽഡ്രൻ, എയർലി റീനൽ ഇമ്പയർമെൻറ്റ്, ഹെപ്പാറ്റൈറ്റിസിനൊന്നും നമ്മൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആയതുകൊണ്ട് കൊടുക്കാറില്ല. ആൻഡ് സൈഡ് എഫക്റ്റ് വോമിറ്റിംഗ്, ഡയറിയ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, കോൺസ്റ്റിപ്പേഷൻ, വെയിറ്റ് ഗെയിൻ, ബ്ലർഡ് വിഷൻ, പിന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, അക്കത്തേസിയ, ഡിസ്റ്റോണിയ, ഡ്രൗസ്നെസ്, ഇൻസോംനിയ, ആങ്സൈറ്റി, ഹെഡേക്ക്, ജോണ്ടിസ് ആണ്. സോ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഇതിൽ ഒരുപാട് ഞാൻ സൈഡ് എഫക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല, കുറച്ച് മാത്രമേ ആവശ്യം വരുള്ളൂ. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ആ ഫസ്റ്റ് എന്ത് ചെയ്യുക? കോളം ഫുള്ളി പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിന് ഓരോ ഡ്രഗ് എടുത്ത് വെച്ചിട്ട് പഠിക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പം വരിക. അല്ലാണ്ട് ഇപ്പോൾ എല്ലാം കൂടെ വരിക്കോരി പഠിക്കുന്നത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഒളാൻസപ്പിൻ ആണ്. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ തയോബെൻസൈൻ ക്ലാസ് ആണ്. എന്താണ്? തയോബെൻസോഡൈസപ്പീൻസ് ക്ലാസ് ആണ്. ട്രീറ്റ്മെൻറ്റ് ഫോർ മാനിയക്ക് യൂസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. ഇൻഡിക്കേഷൻസ് ഷീസോഫ്രീനിയ, മാനിയ. ഷീസോഫ്രീനിയയ്ക്ക് മാനിയയ്ക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഡോസേജ് കൊടുത്തിട്ടുണ്ട് 10 mg ഡെയിലി. യൂഷ്വലി ഡോസ് 50 to 10 mg വൺസ് ഡെയിലി ആഫ്റ്റർ റീ അസസ്മെൻറ്റ്. നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ പിന്നത്തെ ഡോസ് നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. സൈഡ് എഫക്റ്റ് ഉണ്ട്. പെരിഫറൽ എഡിമ, ഡിസിനസ്, കോൺസ്റ്റിപ്പേഷൻ, ഡ്രൈ മൗത്ത്, വെയിറ്റ് ഗെയിന്, പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ, ഹെഡേക്ക്, ജോയിൻറ്റ് പെയിന്, ട്രെമർ, കഫ്, റൈനറ്റൈസിസ്, ഇമ്പോർട്ടൻസ്, ഗൈനക്കോമാസ്റ്റിയ, ടാക്കിക്കാർഡിയ, ചെസ്റ്റ് പെയിന്. സോ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ക്യൂറ്റപ്പിൻ ആണ്. ക്യൂറ്റപ്പിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഡ്രഗ് ആണ് കേട്ടോ. മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ആൻറ്റഗോണിസ്റ്റ് ആക്ടിവിറ്റി ആറ്റ് ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ റിസപ്റ്റർ. എന്താണ്? നമ്മുടെ ഡോപ്പമിനെയും സെറോട്ടോണിൻ റിസപ്റ്ററിൻ്റെയും ആൻറ്റഗോണിസ്റ്റിക് ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. ഇൻക്ലൂഡിങ് D1 and D2 ഡോപ്പമിൻ. എന്താണ്? D1 and D2 ഡോപ്പമിൻ എന്ത് ചെയ്യാറുണ്ട്? ആൻറ്റഗോണിസ്റ്റ് ആക്ടിവിറ്റി കൊടുക്കാറുണ്ട്. α1 and α2 അഡ്രനോ റിസപ്റ്റേഴ്സ്, 5HT1A, 5HT2 സെറോട്ടോണിൻ റിസപ്റ്റർ. സോ ആ കോളം പഠിക്കുക. യൂസ് ഷീസോഫ്രീനിയ, അക്യൂട്ട് മാനിയക് എപ്പിസോഡ് അസോസിയേറ്റ് വിത്ത് ബൈപോളാർ 1 ഡിസോർഡർ. സോ ബൈപോളർ ഡിസോർഡറിൽ പിന്നെ ഷീസോഫ്രീനിയ കൊടുക്കാറുണ്ട്. സൈഡ് എഫക്റ്റ് ഉണ്ട്, സെഡേഷൻ, പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ, യൂറിനറി റിട്ടൻഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂറിനറി റിട്ടൻഷൻ, വെയിറ്റ് ഗെയിന്, എലിവേറ്റ് ബ്ലഡ് ഷുഗർ. ഇത്രയാണ് പറയുന്നത്. ഈ ഡ്രഗ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സോ നെക്സ്റ്റ് വൺ ഈസ് സിപ്രഡോസിനോൺ ആണ്. സിപ്രാസിഡോൺ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാണെങ്കിൽ ആൻറ്റഗോണിസ്റ്റിക് ഫംഗ്ഷൻ ആയ D2 റിസപ്റ്റർ ഇൻ ദ മെസോലിംഫിക് പാത്വേ ആൻഡ് 5H2A റിസപ്റ്റർ ഇൻ ദ ഫ്രോണ്ടൽ കോർട്ടക്സ്. സോ അവിടെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് റിസപ്റ്റേഴ്സ് തന്നെ പഠിക്കുക കേട്ടോ. സൈഡ് എഫക്റ്റ് മൈൽഡ് സെഡേഷൻ, ഹൈപ്പോ ടെൻഷൻ, മിനിമൽ വെയിറ്റ് ഗെയിൻ ഓർ ബ്ലഡ് ഷുഗർ എലിവേഷൻ, നൗസിയ, വോമിറ്റിംഗ് ഒക്കെയാണ്. നെക്സ്റ്റ് വൺ ഈസ് അരിപിപ്പസ്റോൾ ആണ്. മെക്കാനിസം ആക്ഷൻ ഉണ്ട്, ആൻറ്റഗോണിസം D2 റിസപ്റ്റർ ഇൻ ദ മെസോലിംഫിക് പാത്വേ ആൻഡ് 5H2A റിസപ്റ്റർ ഇൻ ദ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. അതാണ് അരിപിപ്രസോൾ. സോ മെക്കാനിസം ആക്ഷൻ എന്നാണ് D2 റിസപ്റ്ററിന് ആൻറ്റഗോണിസം ആണ് ഇൻ ദ മെസോലിംഫിക് പാത്വേ ആൻഡ് 5H2A റിസപ്റ്റർ ഇൻ ദ ഫ്രോണ്ടൽ കോർട്ടക്സ്. സൈഡ് എഫക്റ്റ് പറയുവാണെങ്കിൽ മിനിമലി സെഡേറ്റിംഗ് ആണ്, കുറച്ച് ക്ഷീണോറക്കൊക്കെ വരും, ഇൻസോംനിയ ഉണ്ടാവും, പിന്നെ എക്സ്ട്രാ പൾമണൽ സൈഡ് എഫക്റ്റുകളുണ്ട്, ഹൈപ്പോ പ്രൊലക്റ്റിമി ഉണ്ട്, ഹൈപ്പോ ടെൻഷൻ, ലിറ്റിൽ ടെൻഡൻസി ഫോർ വെയിറ്റ് ഗെയിൻ ഉള്ള ചാൻസ് കൂടുതലാണ്, ബ്ലഡ് ഷുഗർ ലെവൽ കൂടും, നൗസിയ, ഡിസെപ്സിയ, കോൺസ്റ്റിപ്പേഷൻ, ലൈറ്റ് ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ ഡ്രഗ് പഠിക്കാൻ മാത്രമേ, ആ ഒരു റിസപ്റ്ററിൻ്റെ അത് മാത്രമേ ബുദ്ധിമുട്ട് വരൂ, ബാക്കി എല്ലാം ഭയങ്കര സിമ്പിളാണ്. സോ നന്നായിട്ട് നോക്കുക. നെക്സ്റ്റ് കാണാം. ബൈ.